ഹായ് ഫ്രണ്ട്സ്, അനുജുവാനാസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാശം നീലാകാശം അനുഭവമെന്തൊരാവേശം പുഴയോരം തഴുകി നീങ്ങും പൂക്കളെല്ലാം നമ്മെ നോക്കും ഈ യാത്രയിൽ അനുജുവാന വ്ലോഗ്സ് ഈ യാത്രയിൽ അനുജുവാന വ്ലോഗ്സ്. ഇന്നൊരു പ്രത്യേക ദിവസമാണ് കേട്ടോ. ഇന്ന് അനുവിൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയിട്ട് ഞങ്ങള് ഇന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോവാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ ബർത്ത്ഡേ ആയിട്ട് എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോണേന്ന്. പോലീസ് സ്റ്റേഷനിൽ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരാൾ ചീറ്റ് ചെയ്തു. യൂട്യൂബ് ചാനൽ വഴിയാണ് ഞങ്ങൾ ചീറ്റ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ ഇച്ചിരി വീട്ടില് ഗാർഡനിങ് ഒക്കെ സംവിധാനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗാർഡനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ചെടികളുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ചെടികളുടെ ആവശ്യമുള്ളത് കൊണ്ട് ഞങ്ങളിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നഴ്സറികളൊക്കെ തപ്പി ചെന്ന് കഴിഞ്ഞപ്പോൾ വിലക്കുറവും നല്ല ക്വാളിറ്റി ഒക്കെ കാണുന്നതുകൊണ്ട് ഒരു യൂട്യൂബ് ഇതില് പറഞ്ഞിരുന്ന നമ്പറിൽ ഞങ്ങൾ വിളിച്ച് അവര് റിപ്ലൈ ഇങ്ങനെ വിളിക്കും. അന്നേരം പറയും അതെല്ലാം അവൈലബിൾ ആണെന്നൊക്കെ വാട്സാപ്പിൽ തന്നെ അവൈലബിൾ ആണ്, ഇതിന് ഇത്ര രൂപയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വിലയും കുറവ് ക്വാളിറ്റിയും കണ്ടുകൊണ്ട് ഞങ്ങളത് എല്ലാം സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബോഗൺവില്ലേ കുറെ ചെടികളൊക്കെ റോസയും ഒക്കെ ഞങ്ങള് ഓർഡർ ചെയ്തപ്പോ അവര് പറഞ്ഞു പൈസ ഇട്ടാ മതി, അയച്ചേക്കാന്ന്. തിങ്കളാഴ്ച സെൻഡ് ചെയ്തേക്കാം, കൊറിയർ അയച്ചേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഞങ്ങൾ പൈസ അയച്ചു കൊടുത്ത് പൈസ അവിടെ കിട്ടിയതല്ലാതെ പിന്നെ അവർ ഒരു ഫോൺ എടുക്കുകയോ റിപ്ലൈ തരികയോ ഒന്നും ചെയ്യുന്നില്ല. അതില് അതിന്റെ ചാനലിന്റെ പേരെന്ന് പറഞ്ഞാൽ ഗ്രീൻസ് എന്നും പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ്. പക്ഷെ അതിനകത്ത് അടിമുടി ദുരൂഹതയാണ് ആ ചാനലിന്റെ. പിന്നീടാണ് ഞങ്ങൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞപ്പം ബാക്കിയുള്ള മൊത്തത്തിൽ അത് ദുരൂഹത. അതായത് ആ സൗണ്ട് വേറെ ആരെയോ എടുത്തേക്കണു, വീഡിയോസ് വേറെ എടുത്തേക്കണു. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പരിപാടി ഒന്നുമില്ല, ഗാർഡനും ഇല്ല, വിൽപ്പനയില്ല, കച്ചവടമില്ല. ആൾക്കാരെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനല് ആരുടെയോ എടുത്ത് കടമെടുത്തിട്ട് അവര് യൂട്യൂബ് ചാനൽ നടത്തുകയാണ്. ഇതിലൂടെ ചീറ്റ് ചെയ്ത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ സ്റ്റേഷൻ പരിധി എന്ന് പറഞ്ഞ വെള്ളത്തൂൽ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ വെള്ളത്തൂൽ പോലീസ് സ്റ്റേഷനിലെ SIനെ ഞങ്ങൾക്ക് നല്ല പരിചയമാണ്. അപ്പോൾ SIനെ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് ഉറപ്പായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്യാം. നമുക്ക് കുറച്ച് പൈസ പോയെങ്കിലും ഇതുപോലെ ഇങ്ങനെ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ചീറ്റ് ചെയ്ത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ. അപ്പോൾ ആൾക്കാർ 500 രൂപയ്ക്കും 200 രൂപയ്ക്കും 1000 രൂപയ്ക്കും ഒക്കെയാണ് ചെടികൾ മേടിക്കുന്നതായിട്ട്. അപ്പോൾ ഇവർ കൊടുക്കത്തില്ല. അവർ ഈ ഓരോ വ്യക്തികളുടെയും തിരക്ക് മൂലം ഇത് വിട്ടുകളയും. അത്ര ചെറിയ പൈസയല്ലേ, 1000 രൂപയല്ലേ, അല്ലെങ്കിൽ 500 രൂപയല്ലേ, അല്ലെങ്കിൽ 200 രൂപയല്ലേ, പോട്ടെ എന്നുള്ള രീതിയിൽ അത് വിട്ടുകളയും. അത് അവരൊരു വരുമാന മാർഗമായിട്ട് എടുക്കുകയാണ്. അതുകൊണ്ട് നമ്മളത് വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് കുറച്ച് പൈസ പോയുള്ളൂ, നമ്മുടെയും കുറച്ച് പൈസ പോയുള്ളൂ. പക്ഷെ ആരെങ്കിലും ഒന്ന് ഇറങ്ങിത്തിരിക്കണ്ടേ. ചീറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു തെറ്റായിട്ട് സർക്കാരും കാണുന്നുണ്ട്. നമ്മുടെ ഭരണകൂടത്തിന് അതൊരു വലിയൊരു തെറ്റായിട്ടാണ് കാണുന്നതെന്ന് ഞാൻ SIനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ SI നമ്മളോട് പറഞ്ഞു. നമ്മൾ എത്ര പോയെന്ന് വെച്ചപ്പോ നമ്മൾ ചെറിയൊരു പൈസ പോയത് നമുക്ക് 1100 ചില്ലാൻ രൂപയാണ്. അന്നേരം സാറ് പറഞ്ഞു എമൗണ്ടിലല്ല കാര്യം, നമ്മള് ഇനി ഇതുപോലെ ആരും പറ്റിക്കപ്പെടരുത്. അത് തന്നെ. അതുകൊണ്ട് നിങ്ങൾ വരിക, പരാതി തരിക, നമ്മൾ അതിൻ്റെതായ ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കാം. നിങ്ങളും ഒന്ന് ആരെങ്കിലും ഒന്ന് വന്നാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വമേധയെ ഞങ്ങൾക്ക് കേസെടുക്കാൻ പറ്റില്ല. നിങ്ങളും കൂടി നിന്നാൽ നമുക്ക് അവരെ വിളിച്ചു വരുത്തി അവരുടെ പൈസ ഇട്ട അക്കൗണ്ട് ആരുടെയാണോ അത് നമുക്ക് ഹാക്ക് ചെയ്യാം, അല്ല കണ്ടുപിടിക്കാം. എന്നിട്ട് അത് ആ അക്കൗണ്ട് നമുക്ക് താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവാം. എന്നിട്ട് കേസിന്റെ ഏതാണ് അവസ്ഥ എന്നനുസരിച്ച് ആ അക്കൗണ്ട് റിലീസ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ വന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങളിപ്പോൾ വെള്ളത്തൂൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എനിക്ക് നല്ല തിരക്കുണ്ട്, പല പരിപാടികൾ ഉണ്ടായിട്ട് അത് മാറ്റി വെച്ച് പോകുന്നതെന്ന് പറഞ്ഞാൽ ചീറ്റിങ്ങിനെ നമ്മൾ ഭയങ്കര രീതിയിൽ വെറുക്കുന്നതാണ്. അതായത് ഇന്നത് തരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കുക എന്ന് പറഞ്ഞത് വളരെ മോശം വഴികാടിയാണ്. അതായത് എല്ലാവരും അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അധ്വാനം എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പെട്ടാലാണ് ഒരു കുടുംബം മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ വെറുതെ ഇരുന്നു കൊണ്ട്
മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിച്ച് ജീവിക്കുന്ന കുറെ അതും വേറെ ഇത്തിൽക്കൺ വീഡിയോസ് എടുത്തോണ്ടാന്നാണ് നമ്മളെ ഇത് കണ്ടിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരാള് അത്ര അങ്ങനെ ധൈര്യപൂർവ്വം ചെയ്യുമോ ഒരു യൂട്യൂബ് ചാനൽ വഴി അല്ലേ? ഒരു ഇത്തിക്കണി പോലെ, അതായത് ഒരു മരത്തിൽ അള്ളി പിടിച്ചിരിക്കുക, എന്നിട്ട് ആ മരത്തിന്റെ വേരിൽ നിന്ന് കിട്ടുന്ന പോഷകഗുണങ്ങളും വെള്ളവും ഒക്കെ ഈ ഇത്തിക്കണി വലിച്ചു കുടിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതേ രീതിയിൽ കുറെ മനുഷ്യരും ഉണ്ട്. അവരെ നമുക്ക് പുറം ലോകത്തെ കാണിക്കണം. നിങ്ങൾക്ക് ആ ചാനലിന്റെ പേര് ഗ്രീൻസ് എന്ന് പറഞ്ഞ ഒരു ചാനലാണ്. നിങ്ങൾ അതെ, ആ ഗ്രീൻസ് എന്ന് പറഞ്ഞ ചാനല് നിങ്ങൾ കയറി കാണുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും അത് സബ്സ്ക്രൈബ് ചെയ്യോ ഒന്ന് ഓർഡർ ചെയ്യോ ഒന്നും ചെയ്യരുത്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളാണേലും വിശ്വസിച്ചു പോകും. നിങ്ങൾ അത്ര മനോഹരമായ രീതിയിലുള്ള സംസാരവും ആ വീഡിയോസും ആ ഫോട്ടോസും ആ പൂക്കളൊക്കെ കാണുമ്പോൾ ആരാണേലും വീണു. ആ രീതിയിൽ അതിനെ ഫേസ് കാണിച്ചിട്ടില്ല, ഒരു ഫീമെയിൽ സൗണ്ട് മാത്രം. അതാണ് നമ്മള് അതിനകത്തുനിന്ന് വേറെ കമന്റ്സ് ഒക്കെ നോക്കിയതിനകത്തും അതിനകത്തും കമന്റ്സ് കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചു എടുക്കുന്നില്ല, ഞങ്ങളുടെ ഓർഡർ ചെയ്ത സാധനം സെൻഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ 1-2 മെസ്സേജുകൾ നമുക്ക് കിടക്കണല്ലേ ഏട്ടേ? ഓർഡർ ചെയ്തിട്ടില്ല, അവര് വിളിച്ചാലെടുക്കില്ല, സെൻഡ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ ഒരു മെസ്സേജ് ഞാൻ കണ്ടു, സെൻഡ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു. നമ്മുടെ ശുദ്ധ മനസ്സായതുകൊണ്ട് നമ്മള് അങ്ങനെ ഒരു ചിന്ത തട്ടിപ്പ് അങ്ങനെ വരുമെന്ന് ഓർത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ചാനൽ മൊത്തം നോക്കിയത്. അതുകൊണ്ട് നേരത്തെ നമ്മളൊന്ന് നോക്കിയായിരുന്നെങ്കിൽ കുഴപ്പം വരില്ലായിരുന്നു. അതെ, അല്ലെ നമ്മള് വളരെയേറെ സൂക്ഷിച്ച കാര്യങ്ങള് എന്ത് ചെയ്താലും 10 വട്ടം ആലോചിച്ച് ചെയ്യുന്ന. പക്ഷെ ഇതിനകത്ത് നമ്മൾ പെട്ടുപോയി. പക്ഷെ ചെറിയ എമൗണ്ട് ആണെങ്കിലും നമുക്ക് ആ ചീറ്റിംഗ് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട് നേരിട്ടു. അതുകൊണ്ട് നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇപ്പം ഇവിടെ ചെന്നപ്പോൾ SI നമുക്ക് എല്ലാവിധ സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നും അതിനെ ഫോളോ അപ്പ് എങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ അവരുമായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും, വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം. ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് സ്റ്റേഷനിൽ പോകുന്നതും അവിടെയുള്ള നടന്ന സംഭവങ്ങളും അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും ഒക്കെ നിങ്ങളെ അറിയിക്കുന്ന. ഓക്കെ. അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടോ. പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ പരാതിയൊക്കെ എഴുതി കൊടുത്തു. ബാക്കി കാര്യങ്ങൾ ചേട്ടായി പറയും. പരാതി എഴുതി കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കങ്ങ് ഒരു അപേക്ഷയൊന്നും എഴുതാനുള്ള ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ പോയി അവിടുത്തെ ആ ചേച്ചിനെ കൊണ്ടാണ് അപേക്ഷ എഴുതിപ്പിച്ചത്. ആ ചേച്ചി വൃത്തിയും എനിക്ക് അങ്ങ് എഴുതി തന്നു. അപ്പം ഞങ്ങൾ ഡേറ്റയൊക്കെ നമ്മൾ കൊടുത്തു. നമ്മൾ എന്താ പറയുക, നമ്മൾ സെൻഡ് ചെയ്ത പൈസയുടെ ഇതും പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തതിൻ്റെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതൊക്കെ വെച്ച് അവർ ഒരു അപേക്ഷ എഴുതി. ആ അപേക്ഷ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ട്രാൻസാക്ഷൻ്റെ കോപ്പിയും ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും ഒക്കെ വെച്ചുകൊണ്ട് ചാനലിൻ്റെ ലിങ്ക് എല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ചെറിയൊരു ഫങ്ഷൻ എന്തോ അവിടുത്തെ SIയോ കണ്ട് സ്ഥലം മാറി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫങ്ഷനൊക്കെ നടന്നുകൊണ്ട് ഞങ്ങൾക്ക് കുറേ സമയം നഷ്ടപ്പെട്ടു. എങ്കിലും അത് കഴിഞ്ഞാൽ ഞങ്ങൾ SHOനെ കണ്ടു. അപ്പം SHO പറഞ്ഞു അതൊരു ഇൻഫർമേഷനാണ് ഇപ്പം പാസ് ചെയ്യണേ. അതൊരു പ്രധാന ഇൻഫർമേഷനാണ്, എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് SHO പറയുന്നത് 5000 രൂപയ്ക്ക് താഴെയുള്ള സാമ്പത്തിക ഇടപാട് ആണെങ്കിൽ കേസെടുക്കാൻ നിയമം പറയുന്നില്ല എന്നാണ് പറയണത്. അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്മൾക്ക് 1000 രൂപ 1100 സംതിങ് ആണ് ഞങ്ങൾക്ക് നഷ്ടം വന്നേക്കണേ. എങ്കിലും അതിങ്ങനെ പുള്ളി അനുസൂതം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ചീറ്റ് ചെയ്തുകൊണ്ടിരുന്ന പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിനൊരു തടയിടണം എന്നുള്ള ഒരു ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് സാറേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ അത് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഉത്കണ്ഠ ഞങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കാവുന്ന ചെയ്യാം, അതുകൊണ്ട് ഞങ്ങളൊരു കേസാക്കി എടുക്കാമെന്നും പറഞ്ഞ് അത് കേസാക്കി. അങ്ങനെ കേസാക്കി എടുത്തേച്ച് സൈബർ സെല്ലിന് അയച്ചു. സൈബർ സെല്ലിന് കൊടുത്തേച്ച് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ അയച്ച ഗൂഗിൾ പേ അല്ല ഫോൺ പേയിലാണ് ഞാൻ പൈസ അയച്ചത്. ആ ഫോൺ പേ പൈസ അയച്ചേക്കണതിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അവരുടെ ഡീറ്റെയിൽ ഉണ്ട്. അവരുടെ പേരിലാണ് നമ്മൾ അവർ കേസെടുക്കാമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ അവരങ്ങനെ നോട്ടീസ് അയക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 7 ദിവസത്തിനുള്ളിൽ
നോട്ടീസ് അയക്കും. അവരെ വിളിച്ച് വരുത്താമെന്നുള്ള ഹാജരാകാമെന്നുള്ള രീതിയിലാണ് പറയണേ. അത് കഴിഞ്ഞുള്ള ഫോളോ അപ്പിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പം അവർ വന്നില്ല എങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളാലാവുന്ന ശ്രമിക്കും. അപ്പോൾ അവിടെ ഒരു സ്റ്റേഷൻ പരിധി ഉണ്ടല്ലോ, ആ സ്റ്റേഷൻ പരിധിയിലും ഞങ്ങൾ ബന്ധപ്പെടും. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ ഇന്നത്തെ ടെക്നോളജി വെച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് അവരുടെ പ്രതീക്ഷ. മാക്സിമം ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് SHO ഞങ്ങളോട് ഒരു പ്രത്യേക ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു 1000-1000 ചില്ലാൻ രൂപ പോയതല്ല. ഈ ചീറ്റിംഗ് എന്ന സംവിധാനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥ നല്ലതല്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ പുറകെ ഇറങ്ങിത്തിരിക്കാന്ന് വെച്ചത്. അതുകൊണ്ട് ഗുണമുണ്ടാവുകയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളൊരു 5000 രൂപയിൽ താഴെ എന്തെങ്കിലും സംവിധാനത്തിന് പൈസ കൊടുക്കുമ്പോൾ നഷ്ടപ്പെട്ടാൽ പോയി എന്നുള്ള രീതിയിൽ ചെയ്യുക. അല്ലാതെ കേസെടുക്കാനൊന്നും ഒരു നിയമവും ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. അപ്പം എല്ലാവരും ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വ്യക്തമായ ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പൈസകൾ കൈമാറ്റം ചെയ്യുക. ബാക്കിയുള്ള ചെറിയ ഷോർട്ട് വീഡിയോസ് കമന്റ്സ് ഒക്കെ ഒന്ന് നേരത്തെ ഒന്ന് നോക്കി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് അബദ്ധം പറ്റില്ലായിരുന്നു. കാരണം വിളിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ 1-2 മെസ്സേജ് നമ്മൾ കണ്ടു. അത് നിങ്ങൾ വിളിച്ചു എടുക്കുന്നില്ല എന്നൊക്കെ പറയാത്ത മെസ്സേജ് അയച്ചിട്ടുണ്ട് 1-2 പേര്. ഈ യൂട്യൂബിലെ കാണുന്ന ഓരോ ഈ ഡ്രസ്സിന്റെ ആണേലും ഈ ചെടികളാണേലും അങ്ങനെ എന്ത് സാധനമാണേലും നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ക്രെഡിബിലിറ്റി നമ്മൾ പരിശോധിക്കുക. അതായത് അവരുടെ ഡിസ്ക്രിപ്ഷൻ പരിശോധിക്കുക. ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് അവർ യഥാർത്ഥ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടോ, അവരെ ഏത് സ്ഥലമാണെന്ന് കൊടുത്തിട്ടുണ്ടോ, അവരുടെ ഫോൺ നമ്പർ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. പിന്നെ അവർ ഫേസ് വല്ല പൂച്ചയുടെയോ പട്ടിയുടെയോ പൂക്കളുടെയോ ഒക്കെ പടമാണോ കൊടുത്തേക്കണേ. അതാണെങ്കിൽ തന്നെ നമ്മൾ അവനവൻ്റെ ഫേസ് വാട്സപ്പിൻ്റെ അകത്ത് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ അവർ ഇങ്ങനെയുള്ള പൂക്കളുടെയും പട്ടിയുടെയും ഒക്കെ പടം കൊടുത്തെങ്കിൽ ഒരു 80% വിശ്വസിച്ചുകൊള്ളുക അതൊരു തട്ടിപ്പിൻ്റെ ഒരു ലക്ഷണമാണെന്ന്. ഒരിക്കലും അവനവനെ ഐഡൻറ്റിഫൈ ചെയ്യാതെ മറ്റുള്ള ഫോട്ടോസ് ഇടുന്നത് ഒരിക്കലും നമ്മൾ ഒരു ജെനുവിൻ പേഴ്സണായിട്ട് കാണാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറ്റത്തില്ല. അതിനാന്ന് വെച്ചാൽ അതൊരു തട്ടിപ്പിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് അത്. സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ നമ്മുടെ ഫേസ് കൊടുക്കുക, അല്ലെങ്കിൽ അവന് എന്തെങ്കിലും ഒരു സ്ഥാപനമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പേരടക്കം നമ്പർ കിട്ടാവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ഇതിലാണെങ്കിൽ ഓക്കെ. അല്ലാതെ പൂച്ച, പട്ടി, പ്രകൃതി, കടല് ഇങ്ങനെയുള്ളതൊക്കെ കൊടുത്തേക്കുന്നത് ഒരു വ്യാജന്റെ ഒരു 80% ലക്ഷണമാണ്. ബാക്കി 20 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണ വ്യാജനായി മാറുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പൈസ കൊടുക്കാൻ കേട്ടോ. അതൊരു ഇൻഫർമേഷൻ ആയിട്ട് ഞങ്ങൾ പാസ് ചെയ്യാണ്. ഇതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഞങ്ങൾ ഇതിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ പോയതിൻ്റെയും അതിൻ്റെ അവർ കേസെടുത്തേച്ച് നമുക്ക് രസീത് തന്നേക്കണതിൻ്റെ ഒക്കെ ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. ഞങ്ങൾക്ക് പിന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് ഒരിക്കലും ആ യൂട്യൂബ് ചാനൽ അവർ നടത്തുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരുത്തൻ്റെ സൗണ്ട്, മറ്റൊരുത്തൻ്റെ വീഡിയോ എല്ലാം ഡൗൺലോഡ് ചെയ്തെടുത്തേച്ച് ഒരു യൂട്യൂബ് ചാനലിന്റെ പേരും ഒരു ഐഡിയും ക്രിയേറ്റ് ചെയ്ത് ചെയ്യുവാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്താണെന്ന് അറിയില്ല. തട്ടിപ്പാണെന്നുള്ളത് 100% ബോധ്യമായി. അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ജുക്കട്ടാ ടാറ്റ കൊടുക്ക്. ഓക്കെ.